നമസ്കാരം. ദേവനാഗിരി ഹിന്ദി കോളേജിൻ്റെ ഹിന്ദി ക്ലാസ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റിലെ രണ്ടാമത്തെ പാഠമായ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു. കവിയുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും വ്യക്തിയെ അറിയുക എന്നതിൻ്റെ അർത്ഥം അയാളുടെ പേര്, വിലാസം, വയസ്സ്, ജാതി, ഔദ്യോഗിക പദവി തുടങ്ങിയവ അറിയുകയല്ല, മറിച്ച് അയാളുടെ മോഹഭംഗം, നിരാശ, നിസ്സഹായത, പ്രതിസന്ധി എന്നിവയെ അറിയുകയാണ്. ഏതെങ്കിലും ആപത്തിൽപ്പെടുന്ന അപരിചിതരായ വ്യക്തിയെ ദയയോടെ നോക്കി അയാളെ സഹായിക്കുന്നത് ഒരു നല്ല മനുഷ്യൻ്റെ കടമയാണ്. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തോടെ പെരുമാറുക എന്നുള്ളത് തന്നെയാണ് അറിയുക എന്നതിൻ്റെ ശരിയായ അർത്ഥം. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നോക്കുക. പേജ് നമ്പർ 16, 3rd पैराग्राफ. कविता लगातार नहीं जानने और जानने का बयान करती जाती है. കവിത മിക്കവാറും തുടർച്ചയായി അറിയുക, അറിയില്ല എന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ശില്പിക്ക് ഇസ് ബാരിക് കാരിഗരിക്കോ ദേഖേം. ബാരിക് കാരിഗരി എന്ന് പറഞ്ഞാൽ ശില്പത്തിൻ്റെ നിർമ്മാണ കൗശലം. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ये नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटते हैं. അവന് എന്നെ അറിയില്ലായിരുന്നു, കൈനീട്ടാൻ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, എന്നാൽ ഒന്നിച്ചു നടക്കാൻ അറിയാമായിരുന്നു. ഈ അറിയില്ലായ്മയും അറിയലും കവിതയിൽ ഏതോ നാടൻ പാട്ടിൻ്റെ വരികളിലെ ആദ്യ പദം പോലെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आया है, हिंदी की किस कविता में आया है याद नहीं आ रहा. ഗദ്യത്തിലെഴുതിയ ഏതെങ്കിലും കവിതയിൽ വരികളുടെയോ ഗാനാത്മകതയുടെയോ പ്രത്യേകത ഇത്ര നന്നായി ഈ മേന്മയോടൊപ്പം ഹിന്ദിയിലെ മറ്റേതെങ്കിലും കവിതയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓർമ്മ വരുന്നില്ല. യാദ്, മെമ്മറി. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കുക. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द ശ്രോതാവും की जुबान पर आपसे आप आ जाते हैं. ഏതെങ്കിലും ഗസലിൻ്റെ അവസാനത്തെ ഈരടിയുടെ ആഖിരി ശബ്ദ്, ആഖിരി മീൻസ് ലാസ്റ്റ്, അവസാനത്തെ, ആഖിരി ശബ്ദ് ശ്രോതാവും की जुबान पर, जुबान ടങ്, നാവ്. ഏതെങ്കിലും ഗസലിൻ്റെ അവസാന ഈരടിയുടെ അവസാന വാക്ക് ശ്രോതാക്കളുടെ ചുണ്ടിൽ, ശ്രോതാക്കളുടെ നാവിൽ ആപ്സെ ആപ് ആ ജേത്തെ ഹേ, സ്വയം വരുന്നത് പോലെ, സ്വയം വരാറുള്ളത് പോലെ. വൈസേ ഹി ഇസ് കവിത കെ അന്തിം ശബ്ദ്, അതേപോലെ ഈ കവിതയിലെ അവസാന വാക്ക്, യാനി സാത്ത് സാത്ത് ചലന കെ ബാദ് യദി കവിതാ പാഠ് रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे. खुद मीन्स സെൽഫ്, पूरा कर देंगे और कहेंगे जानते थे. ഏതെങ്കിലും ഗസലിൻ്റെ അവസാന ഈരടിയുടെ അവസാന വാക്ക് ശ്രോതാക്കളുടെ നാവിൽ സ്വയം വരാറുള്ളത് പോലെ ഈ കവിതയിലെ അവസാന വാക്ക്, അതായത് ഒരുമിച്ച് നടക്കുക കഴിഞ്ഞ് കവിതാ പാരായണം അല്ലെങ്കിൽ കവിതാ വായന അവസാനിപ്പിച്ചിരുന്നെങ്കിൽ കേൾവിക്കാർ അല്ലെങ്കിൽ ശ്രോതാക്കൾ സ്വയം അറിയാമായിരുന്നു എന്ന് വാക്യം പൂർത്തിയാക്കുകയും അത് പറയുകയും ചെയ്യുമായിരുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കുക. യഹ് കവിത ജാന്ന ശബ്ദ കെ रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിത
ജാന്ന അല്ലെങ്കിൽ അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. രൂഢീഗ്രസ്ത് परंपरागतമായ. इस कविता की पहली 2 पंक्तियों में ही कवि अपनी बुरी बात कह देता है. ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ, പങ്ക്തി ലൈൻസ്, ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തനിക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞു വെക്കുന്നുണ്ട്. शेष पंक्तियाँ उसी कहे गए को और सघन और गहरा करती है. ബാക്കിയുള്ള വരികൾ ആദ്യം പറഞ്ഞു വെച്ചവയെ ഒന്നുകൂടി സഖൻ മീൻസ് സ്ട്രോങ്, ഒന്നുകൂടി ഉറപ്പുള്ളതാക്കുന്നു. और गहरा करती है, ഗഹര ആഴം. അപ്പോൾ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ബാക്കി വരുന്ന വരികൾ ആദ്യം പറഞ്ഞ വരികളിലെ ആശയത്തെ ഒന്നുകൂടി ഉറപ്പുള്ളതും ആഴമുള്ളതുമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വരി നോക്കുക. കവിത കാ സന്ദേശ് ഹേ, കവിതയുടെ സന്ദേശം ഇതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത വരികൾ നിങ്ങൾ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്യുക. दो मनुष्यों के बीच मनुष्यता का अहसास यानी मानवीय संवेदना होना ज़रूरी है. കവിതയുടെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, 2 മനുഷ്യോം കെ ബീച്ച്, 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാ കാ അഹ്സാസ് എന്ന് വെച്ചാൽ തോന്നൽ, മനുഷ്യരാണെന്ന അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന ബോധം, യാനി അതായത് മാനവീയ സംവേദന മാനുഷിക പരിഗണന, ഹോന സരൂരി ഹെ, 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, അതായത് മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ജാൻകാരിയ സരൂരി നഹിം ഹെ, മറ്റുള്ള അറിവുകൾ സരൂരി നഹിം ഹെ, ആവശ്യമില്ല. ഇതാണ് ഈ കവിതയുടെ സന്ദേശം. കിന്തു യഹ് സന്ദേശ് കവിതാ മേ ഉപദേശ് കി തരഹ് നഹിം ആത്ത. പക്ഷേ ഈ സന്ദേശം കവിതയിൽ ഒരിക്കലും ഒരിടത്തും ഉപദേശരൂപേണ വരുന്നില്ല. ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. ഈ പാഠത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാഠഭാഗങ്ങൾ മുഴുവൻ 1-2 തവണ തുടർച്ചയായി വായിക്കുക. എങ്കിലേ നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയൂ. ഇനി നമുക്ക് ഈ പാഠത്തിൽ പരാമർശിക്കുന്ന ഗസൽ എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നോക്കാം. ഗസീല എന്ന അറബി വാക്കിൽ നിന്നാണ് ഗസൽ എന്ന പേരുണ്ടായത്. നെയ്യുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പ്രണയിനികളുടെ സലാപ രീതിയിൽ നെയ്തെടുക്കുന്ന കാവ്യമാണ് ഗസൽ. അറബിയിലാണ് ഈ കാവ്യരൂപം ആദ്യം പിറന്നത്. പിന്നീട് പേർഷ്യനിലേക്കും ഉറുദുവിലേക്കും ഈ കാവ്യരൂപം പടർന്നു കയറി. പൗർണമി രാവുകളിൽ വിശാലമായ മരുഭൂമിയിൽ സരോദ് മീട്ടി ഗസൽ പാടി സൂഫികൾ അക്കാലത്തെ യുവഹൃദയങ്ങളെ കീഴടക്കി. മുഗളന്മാരോടൊപ്പം ഹിമാലയം കയറി വന്ന സൂഫി സന്യാസികൾ പാടിയ ഗസൽ ഇന്ത്യൻ മനസ്സുകളെയും അതിവേഗം കീഴടക്കുകയുണ്ടായി. ഇതാണ് ഗസലിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാഠം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, बेल आइकन अमर्तुगा. अपो आज हम यहाँ समाप्त करेंगे. बाकी अगले क्लास में सबको धन्यवाद.